ഇതിലേ പോകുന്ന വഴിപോക്കനൊക്കെ എപ്പോഴാണ് എന്റെ പാർട്ണർ ആയത്? ഇറങ്ങണ പുറത്ത്. ആദ്യം നീ പിടിവിട്. കാര്യങ്ങൾ വിശദമായിട്ട് വ്യക്തമാക്കി തരാം. അപ്പൊ മനസ്സിലാവും ഞാൻ ഈ കമ്പനിയുടെ പാർട്ണറാണോ അല്ലയോ എന്നുള്ളത്. നീ എന്ത് വ്യക്തമാക്കി തരാനടാ? ദേ, ഇപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് നിന്നെ ഗേറ്റിന് വെളിയിലേക്ക് ചവിട്ടി പുറത്താക്കും. ഇടാ, പറഞ്ഞ മനസ്സിലാടാ. അയ്യോ, സന്ദീപ് എപ്പ വന്നു? നിന്നോട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാനാ ഞാൻ പറഞ്ഞ. ബി കൂൾ ഫ്രണ്ട്, കൂൾ. ഇതൊന്ന് വായിച്ചു നോക്ക്. ഇത് വായിച്ചപ്പോ തന്റെ തല വർക്ക് ചെയ്ത് തുടങ്ങിയോ? ഞാൻ പാർട്ണറാണെന്ന് പറഞ്ഞത് ഇപ്പൊ വിശ്വാസമായോ? അതോ ഇനിയും നീ എന്നോട് ഉടക്കുണ്ടാക്കാനാണോ ഭാവം? ധൈര്യം ഉണ്ടെങ്കിൽ ഉടക്ക്. എല്ലാവരും കേൾക്കാൻ കൂടി വേണ്ടി ഞാൻ പറയുക, ഈ കമ്പനിയിൽ എന്റെ ഫാമിലിക്ക് 49% ഷെയർ ഉണ്ട്. ഈ രാജുവിന് 51%. ഇപ്പൊ മനസ്സിലായോ? ഈ കമ്പനിയിൽ രാജുവിനുള്ള അതേ പവർ എനിക്കുണ്ട്. എടാ, കമ്പനിയിൽ ഷെയർ ഉണ്ടെന്ന് കരുതി എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി ഇടപെട്ട പിന്നെ നിന്റെ കഴുത്തിലെ തലയുണ്ടാവില്ല. രാജുവിന്റെ പേഴ്സണൽ വിഷയങ്ങളിൽ ഞാൻ എന്തിന് തലയിടണം? രാജു, ഞാൻ ഋതികയുടെ ബോസല്ലേ? നമ്മുടെ കമ്പനിയുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ഞാൻ ഋതികയായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. എടാ, ഋതികയോട് നിനക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? പ്ലീസ് രാജു, നമ്മുടെ സ്റ്റാഫുകളെല്ലാം നോക്കി നിൽക്കുക. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ? എനിക്ക് ഋതികയോട് മാത്രമല്ല സംസാരിക്കാനുള്ളത്, ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളോടും സംസാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ബിക്കോസ് ഇതെന്റെ കൂടെ കമ്പനിയാണ്. അതിരിക്കട്ടെ, ഞാൻ ഋതികയോട് സംസാരിക്കുന്നതിൽ എന്റെ പാർട്ണർക്ക് എന്താ പ്രശ്നം? നീ ആര്? ഋതികയുടെ കാമുകനോ? അതോ ഋതിക നിന്റെ ഭാര്യയോ? അതോ നിങ്ങൾ തമ്മിൽ വേറെ വല്ല ബന്ധമുണ്ടോ? ഐ മീൻ ഇല്ലീഗൽ റിലേഷൻ? വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. നീ ഈ ഷോ കാണിക്കുന്ന മനഃപൂർവ്വമാണെന്ന് എനിക്കറിയാം. നീ പാർട്ണറാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പോയി അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. അല്ലാതെ എന്റെ കാര്യങ്ങളില് ഇടപെട്ടു പോരുത്.